ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ശർക്കര വരട്ടി ആയിരുന്നു. അപ്പോൾ അതെല്ലാവരും കാണണം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോക്കാം. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മുടെ ഇഞ്ചിക്കറി. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇഞ്ചി വെച്ചിട്ടാണ് ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഇഞ്ചിയും വേപ്പിലയും മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഇതുപോലെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചി ഒന്ന് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഇഞ്ചിക്കറിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വാളംപുളിയാണ്. അപ്പോൾ വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒരു 5-6 ചുമന്നുള്ളിയും ഒരു 2 പച്ചമുളകും, ഒരുപാട് പച്ചമുളക് ചേർക്കുന്നില്ല, നമ്മൾ വേറെ സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിക്ക് അത്യാവശ്യം നല്ല ഒരു എരിവുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ മുളകും ചെറുതായിട്ട് അരിഞ്ഞു. കുറച്ച് വേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത ഇഞ്ചി നമുക്ക് നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അരയ്ക്കണ്ട, ഒന്ന് പൊടിച്ചെന്ന പോലെ നമുക്കെടുക്കാം ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ചുമന്നുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ പുളി, ആ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് നമ്മുടെ ശർക്കര. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 സാധനങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊടിച്ചതും കുറച്ച് കായം പൊടിച്ചതും, കായപ്പൊടി. ഇത് രണ്ടും നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.